തൃശൂർ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത ഡിവൈഎഫ്ഐ നേതാവ് നിധിൻ പുല്ലന് ഒളിവിൽ. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ നിധിനെ ഒരു രാത്രി കഴിഞ്ഞിട്ടും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ജീപ്പ് തകർത്തതിന് 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചാലക്കുടി ITIയിൽ SFI വിജയത്തിന്റെ ആഘോഷത്തിനിടയിൽ ഹെൽമറ്റില്ലാതെ ബൈക്ക് ഓടിച്ചതിൽ പിഴയടച്ചതിന്റെ വൈരാഗ്യമാണ് ജീപ്പ് അടിച്ചു തകർക്കാൻ കാരണമായത്. വാഹനം തകർക്കുന്നതിന് നേതൃത്വം നൽകിയത് DYFI ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ പുല്ലൻ. സംഭവത്തിൽ 4 SFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം നിതിൻ പുല്ലനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇയാളെ മോചിപ്പിച്ചു. നിതിൻ പുല്ലൻ ഇപ്പോൾ ഒളിവിലാണ്. DYSPയെ കയ്യേറ്റം ചെയ്ത ശേഷം ലാത്തിയടിയിൽ പരിക്കേറ്റവരും ഒളിവിൽ തുടരുകയാണ്. അതേസമയം CPM ഏരിയ കമ്മിറ്റി പോലീസിനെതിരെ രംഗത്തെത്തി. ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFI വിദ്യാർത്ഥികളോട് പോലീസ് സബ് ഇൻസ്പെക്ടർ അഫ്സൽ ഏകപക്ഷീയമായി നടത്തിയ കയ്യേറ്റത്തിൽ CPM ചാലക്കുടി ഏരിയ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും പത്രക്കുറിപ്പ് പറയുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം ITI ക്യാമ്പസ് പരിസരത്ത് നിന്ന് SFI പ്രവർത്തകർക്ക് നേരെ സബ് ഇൻസ്പെക്ടർ അക്രമം നടത്തിയെന്നും ഇവർ ആരോപിക്കുന്നു. സംഭവത്തിൽ പോലീസിനെതിരെ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും CPM ചാലക്കുടി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ, തൃശൂർ.